So welcome back to OP 10.0 സെഷൻ 13 റാപ്പപ്പ് സെഷൻ. അപ്പോ ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഒരു വലിയ ഓറിയന്റേഷൻ ജേർണി ആയിരുന്നു അല്ലെ? നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പരമ്പര പോലെയുള്ള കുറെ സെഷൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. നമ്മൾ ആദ്യം ഇതുപോലെ മീറ്റ് ചെയ്തത് എപ്പോഴായിരുന്നു? നമ്മുടെ സേ ഹലോ അല്ലെങ്കിൽ എന്താ പറയാ ഐസ് ബ്രേക്കിംഗ് സെഷൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ? അന്നും നിങ്ങളുടെ കൂടെ ഷപ്ന മാം ഉണ്ടായിരുന്നു, ഹലീമ മാം ഉണ്ടായിരുന്നു, സുനീറ മാം ഉണ്ടായിരുന്നു. ഇന്നും അതുപോലെ തന്നെ റാപ്പപ്പ് ചെയ്യാനും അവർ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഐ വെൽക്കം all my MSc Physics, Chemistry and Mathematics learners to this session. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പിക്ചറിൽ കണ്ടതുപോലെ നമ്മൾ കുറെ മെമ്മറീസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഈ സെഷനിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, നിങ്ങളുടെ ഈ OP ജേർണിയിൽ, അതായത് ഓറിയന്റേഷൻ 10.0 എന്ന് പറയുന്നത് നമ്മൾ 10th സീസൺ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സീസണിൽ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്, അല്ലെങ്കിൽ എന്തായിരുന്നു ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നുള്ള ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മൾ ആദ്യം കാണുന്നുണ്ടാവുക. പിന്നെ നമ്മളൊരു കുഞ്ഞ് റാപ്പപ്പ് വീഡിയോയും കൂടെ കാണിക്കുന്നുണ്ടാവും. റാപ്പപ്പ് വീഡിയോ ഇൻ ദ സെൻസ് ഇത്രയും നാളും നടന്ന ഇപ്പൊ പുതിയ ലേണേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓറിയന്റേഷന്റെ ഫസ്റ്റ് മുതൽ ഇപ്പൊ വരെയുള്ള ലേണേഴ്സ് ഉണ്ട്. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് എന്തായിരുന്നു നമ്മൾ ത്രൂ ഔട്ട് ചെയ്തിരുന്നത് എന്ന് കാണാനായിട്ട് ഒരു 10 മിനിറ്റിന്റെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയറിംഗ് ആയിരിക്കും. പിന്നെ ആക്ഷൻ ടാസ്കുകൾ, ഒരു 10ഓളം ആക്ഷൻ ടാസ്കുകൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ നമ്മൾ ആക്ഷൻ ടാസ്ക് റിലീസ് ചെയ്തതല്ല, അതിന് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നുണ്ട് ടുവേർഡ്സ് ദ ലാസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരായിരിക്കും വിന്നർ ആവാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് വരെ നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫൈനൽ അസസ്മെന്റ് ഫോമും കൂടി ഉണ്ട്. കാരണം നിങ്ങളുടെ ചെറിയ അഭിപ്രായങ്ങളാണ് നമുക്ക് കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എത്രത്തോളം എന്താ പറയാ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഫൈനൽ അസസ്മെന്റ് ടെസ്റ്റും കൂടെ, ഒരു ഫോം കൂടെ നിങ്ങൾക്ക് റിലീസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഫൈനൽ താങ്ക് യു ആണ്. കാരണം ഇത്രയും ഒരു വലിയ ജേർണിയിൽ, ഒരു മാസത്തോളം ഉള്ള ജേർണിയിൽ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്ത ലേണേഴ്സിന് നമ്മൾ താങ്ക്സ് പറയണ്ടേ അല്ലെ? ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, എങ്ങനെയാണെന്നുള്ളത്. സെഷൻ 1 എന്ന് പറയുന്നത് ഇനോഗ്രേഷൻ സെഷൻ ആയിരുന്നു. അതായത് നിങ്ങൾക്ക് ഇനി ഓറിയന്റേഷൻ OP എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ ഓഗസ്റ്റിന്റെ തുടക്കത്തില് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെഷൻ ആയിരുന്നു ഇനോഗ്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് മീറ്റ് ചെയ്തത്, നമ്മളൊരു ഫാമിലി മീറ്റപ്പ് പോലെ ഫിസിക്സുകാര്, കെമിസ്ട്രിക്കാര്, മാത്തമാറ്റിക്സുകാര്, അതായത് നിങ്ങൾ MScക്കാര് മൊത്തത്തിൽ മീറ്റ് ചെയ്തത് എപ്പോഴായിരുന്നു? ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഗ്നോ ഡീപ് ഡൈവ് എന്ന് പറഞ്ഞിട്ട് കോമൺ ഇൻഫർമേറ്റീവ് സെഷൻ ആയിരുന്നു. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത എല്ലാ ലേണേഴ്സും മിനിമം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇഗ്നോ എന്താണ്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു കോമൺ സെഷൻ ആയിരുന്നു സെഷൻ 3 എന്ന് പറയുന്നത്. സെഷൻ 4 എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഒറ്റയ്ക്കാണ് മീറ്റ് ചെയ്തത് അല്ലെ? അതായത് MSc ഫിസിക്സുകാർ ഒറ്റയ്ക്ക്, കെമിസ്ട്രിക്കാർ ഒറ്റയ്ക്ക്, മാത്തമാറ്റിക്സുകാർ ഒറ്റയ്ക്ക്, അങ്ങനെ സിലബസ് ഡീകോഡിംഗ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ലേൺ വൈസ് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ ലേൺ വൈസ് ഫാമിലിയുടെ സ്ട്രെങ്ത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അങ്ങനെയായിരുന്നു സെഷൻ 5 എന്ന് പറയുന്നത്. ദെൻ മൂവിങ് ഓൺ ടു ദ സെഷൻ 6, സ്മാർട്ട് ഗോൾസ് ആൻഡ് ഹാബിറ്റ് ക്ലിനിക്. അത് എന്ന് പറയുന്നത് ഒരു മോർ ലൈക്ക് ഒരു എന്താ പറയാ മെന്റൽ ഹെൽത്ത് അവയർനെസ് എന്നൊക്കെ പറയും. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നതിന് പുറമെ എന്തെങ്കിലും ഒരു എന്താ പറയാ ലോങ് ടേം ഗോൾ, ഷോർട്ട് ടേം ഗോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. അതിന്റെ യൂസ് എന്താണ്, എന്തിനാണ് നിങ്ങൾ അതിനകത്ത് പോകുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ റിഫ്ലക്ഷൻ ആയിരുന്നു നമ്മൾ സെഷൻ 6 ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂവിങ് ഓൺ ടു ദ സെഷൻ 7, നമ്മുടെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു അലുമിനിയുടെ സ്ട്രെങ്ത് ആയിരുന്നു നമ്മൾ ആ സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അലുമിനീസ്, അതായത് നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മോശം സാഹചര്യത്തിൽ നിന്ന് പഠിച്ചു വന്ന കുറച്ച് ആൾക്കാർ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു മോട്ടിവേഷൻ ആണ് കിട്ടുക അല്ലെ? അതായത് നമ്മുടെ ഒരു മലയാളി സ്വഭാവം എന്താണ്, ഓക്കെ അവർക്ക് ചെയ്യാൻ പറ്റും വെച്ചാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയുന്ന ഒരു യൂഷ്വൽ മെന്റാലിറ്റി കൊണ്ട് നമ്മൾ വരുന്ന ഒരു അലുമിനി സെഷൻ. അതായത് നമുക്ക് മുമ്പേ നടന്നു പോയവരെ കുറച്ചും കൂടെ നല്ല രീതിക്ക് അവരുടെ രീതിയിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾ HOL എപ്പിസോഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ. പക്ഷെ അതല്ലാതെ ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടുന്നത് ആദ്യമായിട്ടായിരിക്കും. അതൊരു അലുമിനി ഇൻസ്പിറേഷൻ എന്ന് പറയും 7th സെഷനിലായിരുന്നു. ദെൻ മൂവിങ് ഓൺ ടു ദ 8th സെഷൻ, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന EP എന്ന് പറയുന്ന സെഷൻസ് ഉണ്ടാവും. നിങ്ങൾ ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ EP സെഷൻസ് എന്നൊക്കെ കാണുന്നുണ്ടാവും. ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നതിന് പുറമെ അറിയാവുന്ന ഇംഗ്ലീഷ് നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് പറയാനുള്ള രീതിക്കായിരിക്കും അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി എന്ന് പറയുന്ന സെഷൻ 8 ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സെഷൻ 9 എന്ന് പറയുന്നത് കരിയർ പാത്വേ, അതായത് കുറച്ചും കൂടെ കരിയർ ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ
ഇനി ബഹുദൂരം സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ ദൂരേക്ക് കാണേണ്ടത് എന്നുള്ളതായിരുന്നു സെഷൻ 9 എന്ന് പറയുന്നത്. ദെൻ സെഷൻ 10 എന്ന് പറയുന്നത് മീറ്റിംഗ് ദ ലേൺ വൈസ് ടീം. ലേൺ വൈസ് ടീം അതായത് ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന മെൻട്രോ അല്ലെങ്കിൽ ഷഫ്ന എന്ന് പറയുന്ന മെൻട്രോ മാത്രമല്ല നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ ഷംഷീറ മാം മാത്രമല്ല നിങ്ങൾക്കുള്ളത്. ഒരുപാട് കമ്മ്യൂണിറ്റി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഹോൾ ലോട്ട് ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് ബിഹൈൻഡ് ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അവര് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മീറ്റ് ദ ലേൺ വൈസ് ടീമിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ് സെഷൻ. അത് കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ചും കൂടെ സോഫ്റ്റ്വെയർ വേർഷൻ ആണ്. കാരണം എല്ലാവരും ഒരേ സാഹചര്യത്തിൽ നിന്ന് വരുന്നവരായിരിക്കില്ല, എല്ലാവർക്കും ഒരേ പ്രശ്നങ്ങളായിരിക്കണം എന്നില്ല. അപ്പൊ മെന്റൽ ഹെൽത്തിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പോ നമ്മള് പഠിക്കുന്നതിന് പുറമെ നമുക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം, പഠിക്കാനുള്ള ഒരു മൈൻഡും കൂടെ വേണമല്ലോ. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് സെഷൻ 11 എന്ന് പറയുന്നത്. സെഷൻ 12 എന്ന് പറയുന്നത് കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു, ഫാമിലി മീറ്റപ്പ്. പങ്കെടുത്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരുപാട് ഫാമിലീസ് ഒരു PTA മീറ്റിംഗ് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. മറ്റേ പാരന്റ്സ് സ്റ്റുഡൻസിനെ പറ്റി പറയുന്നു, വൈഫ് ഹസ്ബൻഡിനെ പറ്റി പറയുന്നു, വൈഫും ഹസ്ബൻഡും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. അങ്ങനെയുള്ള ഒരു എന്താ പറയാ, ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആയിരുന്നു നമ്മൾ ഫാമിലി മീറ്റിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നൗ വി ആർ സെലിബ്രേറ്റിംഗ് ദ റാപ്പ് സെഷൻ. അതായത് മൊത്തത്തിൽ നമ്മൾ ഇനി വെച്ച് കെട്ടാൻ പോവുക. ഇനി ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. ഇനിയെല്ലാം നമ്മൾ ബാക്ക് ടു നോർമൽ പാത്തിലേക്ക് വരികയാണ്. അപ്പൊ ആ ഒരു സെഷൻ ആയിരിക്കും നമ്മൾ ഇനി കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളെ ഒന്ന് ക്യാപ്സൂൾ പരുവത്തില് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാമേ.
മൊത്തത്തിൽ എല്ലാവരും ഒന്ന് ചാർജ് ആയോ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട്? സി നമ്മള് മൊത്തത്തിൽ ഉണ്ടായിരുന്ന ഒരു ജേണിയെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കാണിച്ചതാണ് എന്തൊക്കെയായിരുന്നു സംഭവിച്ചിരുന്നത് എന്ന്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിഫ്ലക്ട് ചെയ്യാനും അതുപോലെ തന്നെ എന്തായിരുന്നു ഇവിടെ നടന്ന് കൊള്ളായിരുന്നു അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻസർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ. അപ്പം നമ്മളൊരു അൺസർട്ടനിറ്റിയിൽ നിന്നാണ് തുടങ്ങിയത്. നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതായത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതില് ഒറ്റ മൈൻഡിൽ എടുത്ത തീരുമാനം കൊണ്ടുള്ള ആൾക്കാർ കുറെ പേരുണ്ട്. അവർക്ക് കുറച്ചും കൂടെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ. ഓക്കെ. ഫീഡ്ബാക്ക് ഫോമിനെ പറ്റിയിട്ട് പറയാനുള്ളതാണ്. അതായത് നിങ്ങൾ പറയുന്നത് നമുക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നിങ്ങൾ മിക്സ്ഡ് ആയിട്ട് എന്ത് പറഞ്ഞാലും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് തരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അത് എങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്ത് കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? പക്ഷെ എങ്ങനെയായിരിക്കും അത് എത്തുക എന്നുള്ളത് ഇസ് എ ഡിഫറെന്റ് തിങ്. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു എന്താ പറയാ ഫീഡ്ബാക്ക് ഫോം ആണുള്ളത്. ആ ഫീഡ്ബാക്ക് ഫോം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാനൊന്ന് ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത്. ലേൺ വൈസ് ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി മൊത്തത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്നും കൂടെ അറിയുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോ അത് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ആസ് യൂഷ്വൽ തന്നെയാണ്. ഫസ്റ്റ് നിങ്ങളുടെ ഫുൾ നെയിം, പിന്നെ നിങ്ങൾ എൻറോൾ ചെയ്ത പ്രോഗ്രാം ഏതാണ്, അതായത് ഇഗ്നോയിൽ എൻറോൾ ചെയ്ത പ്രോഗ്രാം MSc കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഏതാണ്, പിന്നെ നിങ്ങളുടെ അസൈൻഡ് ആയിട്ടുള്ള മെന്റർ അല്ലെങ്കിൽ LSCs മാധവി, ഷഫ്ന, ഷംഷീറ, പിന്നെ നമ്മുടെ LSCs വരുന്നുണ്ട് സുഹറ, ഫാത്തിമ ബീവി, വർഷ, അങ്ങനെയുള്ള നമ്മുടെ LSCs ആരാണോ അവരുടെ പേരാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇനി ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവം വിശദമായി എഴുതുക. നിങ്ങൾ ഓരോരുത്തരുടെ വാക്കുകളാണ് ലേൺ വൈസ് ടീമിന് മുന്നോട്ടുള്ള പ്രചോദനം. അതായത് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊണ്ട് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ നോക്കിക്കണ്ടത് എന്നുള്ളത് വിശദമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ മംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏത് നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലോ നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് ആസ് യൂഷ്വൽ നമ്മൾ റേറ്റ് ചെയ്യാണ് ഓരോ പ്രോഗ്രാംസ്. അതായത് എല്ലാവർക്കും ഓരോ പ്രോഗ്രാം ഒരേ രീതിയിലായിരിക്കില്ല കൺസീവ് ചെയ്തിട്ടുണ്ടാവുക. ഇനോഗ്രേഷൻ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഹെൽപ്ഫുൾ ആയില്ല, എനിക്ക് വെറുതെ കയറിയ പോലെ തോന്നി. അങ്ങനെ നിങ്ങൾക്ക് ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ അത് ഇതാക്കുക. വളരെ ജെനുവൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാം. അയ്യോ ഇനിയിപ്പോ അവരെന്ത് വിചാരിക്കും അങ്ങനെയൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യാം. എങ്കിലേ നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ 13ഓളം സെഷൻസ് വരുന്നുണ്ട്. സെഷൻസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി ആക്ഷൻ ടാസ്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തോ, കുറച്ച് ചെയ്തു, അങ്ങനെയുള്ള നിങ്ങളുടെ അപ്ഡേറ്റ്സും കൂടെ ഇതിനകത്തൊന്ന് മെൻഷൻ ചെയ്യാം. ഇനി ഹൗ യൂസ്ഫുൾ വർ ദ ആക്ഷൻ ടാസ്ക് ഇൻ ഹെൽപ്പിംഗ് യു ടു റിഫ്ലക്ട് ആൻഡ് ഗ്രോ. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ആക്ഷൻ ടാസ്ക് കൊണ്ട് എന്ത് നേടി എന്നുള്ളത് ഈ ഒരു ഇതിൽ ഫിൽ ചെയ്യാം. പിന്നെ വിച്ച് ആക്ഷൻ ടാസ്ക് ഫെൽ ദ മോസ്റ്റ് ഇമ്പാക്ട്ഫുൾ ഫോർ യു പേഴ്സണലി. ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഓക്കെ ഈ ഒരു ആക്ഷൻ ടാസ്ക് കാരണം എനിക്ക് ഇത് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നി, അങ്ങനെ തോന്നിയ ഒരു ആക്ഷൻ ടാസ്ക് ഏതാണ്? ഇനി ഡിഡ് യു ഫീൽ സപ്പോർട്ടഡ് ഓർ ഗൈഡഡ് ത്രൂ യുവർ മെന്റർ LSC ഡ്യൂറിംഗ് ദീസ് ആക്ടിവിറ്റീസ്. അതായത് നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ LSCs നിങ്ങളെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവരുടെ അപ്രോച്ച് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി ഡിഡ് OP 10.0 ഹെൽപ്പ് യു ഫീൽ മോർ കോൺഫിഡന്റ് അബൌട്ട് യുവർ ഇഗ്നോ ജേർണി. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇഗ്നോ പ്രോഗ്രാമിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഗ്നോ ജേർണിയെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റിയോ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇനി ഡിഡ് യു എക്സ്പീരിയൻസ് എനി ഓഫ് ദ ഫോളോയിങ് ത്രൂ ദ OP സെഷൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ ഓരോന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യാം. ഇതൊന്നുമല്ല എന്റെ അഭിപ്രായം, എനിക്ക് വേറെ തന്നെ അഭിപ്രായമാണുള്ളത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതർ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതും കൂടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഈസ് ദർ എനി പാർട്ട് വിച്ച് യു ഫെൽറ്റ് യു കുഡ് ഹാവ് ഇംപ്രൂവ്ഡ്. ബി ഓണസ്റ്റ്, ബി വാല്യൂഡ്. അതായത് ഈ ഓറിയന്റേഷനിൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണം, അതായത് ഇത് കുറച്ചും കൂടെ നന്നാക്കിയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം വളരെ ഓണസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഇഫ് യു കുഡ് സജസ്റ്റ് വൺ ന്യൂ എലമെന്റ് ഓർ ഐഡിയ ഫോർ ദ നെക്സ്റ്റ് ഓറിയന്റേഷൻ വാട്ട് വുഡ് ഇറ്റ് ബി. അതായത് നെക്സ്റ്റ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കായിരിക്കില്ല, നിങ്ങൾക്ക് വരാൻ പോകുന്ന ജാനുവരി 2026 ബാച്ചുള്ള ലേണേഴ്സിനായിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായിരിക്കും അവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത്. അപ്പൊ നമുക്ക് പുതിയ എലമെന്റ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫീഡ്ബാക്ക് ഫോമിനകത്തുള്ളത്. അപ്പം സ്ട്രെയിറ്റ് ഫ്രം ഹാർട്ട് ആയിട്ടുള്ള നിങ്ങളുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ ലേണേഴ്സ് എല്ലാം വളരെ എന്താ പറയാ സ്ട്രെയിറ്റ് ടു ഹാർട്ട് പറയുന്ന ആൾക്കാരാണ്.
എങ്കിലും വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ. ഇനി നിങ്ങളുടെ എഫേർട്സിന്, അതായത് ആക്ഷൻ ടാസ്കുകൾ നിങ്ങൾ ഇത്രയും നേരം ഫുൾഫിൽ ചെയ്തതിന് എന്തിനായിരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ടാവല്ലോ. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനാണോ എന്നുള്ളത്. അപ്പൊ ഈ ആക്ഷൻ ടാസ്ക് കൊണ്ട് നിങ്ങളുടെ എഫേർട്ടിനെ നമ്മൾ മാനിക്കുന്ന ആ ഒരു സെഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ വിന്നേഴ്സ് എന്ന് പറയുന്നത്, ടോപ്പ് പെർഫോമേഴ്സ് എന്ന് പറയുന്നത്. MSc ഫിസിക്സിലെ അൻസാര തസ്നി ആണ് ഏറ്റവും നല്ല പെർഫോമർ, ഫസ്റ്റ് പ്ലേസിൽ വന്നിരിക്കുന്നത്. സ്കോർ 55.0 ഔട്ട് ഓഫ് 100. പിന്നെ നമ്മുടെ സിജി ആണ്, MSc കെമിസ്ട്രിയിലെ സിജി ആണ് പിന്നത്തെ പെർഫോമർ എന്ന് പറയുന്നത്. അധികം പിന്നിലൊന്നുമല്ല, 38.5/100. ഇനി MSc മാത്തമാറ്റിക്സിലാവുമ്പോൾ എൽസിത് ബേബി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്, ഷംഷീറ മാമിന്റെ അണ്ടറിൽ വരുന്ന ആളാണ്. 41 ആണ് ടോട്ടൽ സ്കോർ വന്നിരിക്കുന്നത്. ഓക്കെ. അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് പ്ലേസ് ഒന്നുമില്ല. നിങ്ങൾ മൊത്തത്തിൽ ഇത് നോക്കുമ്പോൾ ഫിസിക്സിൽ ഏറ്റവും ഫസ്റ്റ് ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത് അൻസാരയാണ്. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നോക്കുമ്പോൾ സിജി ആണ്. ഇനി മാത്തമാറ്റിക്സിൽ നോക്കുമ്പോൾ എൽസിത് ബേബി ആണ്. സോ ഇനി നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ സെഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യാൻ പോവാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളത്. അപ്പോ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷന് വിളിച്ചതുപോലെ തന്നെ ഓരോരുത്തരായിട്ട് മുന്നോട്ട് വന്ന് ഒരു ഫീഡ്ബാക്ക് ഒക്കെ പറയുന്നത്, എന്നാലേ നമുക്കൊരു രസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ ഓരോരുത്തര് അവരുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് പറയാം. സാറേ പറഞ്ഞോളൂ. ഞാൻ ഇൻട്രൊഡക്ടറി പാർട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു അന്ന് ജോയിൻ ചെയ്തത്. അപ്പോ ഞാനാണ് അൻസറ തസ്നി. ഞാൻ കാസർഗോഡ് തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ MSc ഫിസിക്സ് ഇപ്പോ BSc ഫിസിക്സ് കഴിഞ്ഞിട്ട് 15 വർഷം ആയി. ഇപ്പോഴാണ് MSc ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായത്. അപ്പം എനിക്ക് എന്ന് വെച്ചാല് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഞാൻ. എങ്ങനെയായിരിക്കും എനിക്ക് എക്സാമിന് എങ്ങനെയായിരിക്കും തന്നെ എനിക്കറിയില്ല. ഒരുപാട് ഗ്യാപ്പ് വന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് തോന്നിക്കൊണ്ടാ വന്നത്. ഇപ്പോ മെന്റർ മാം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്നുണ്ട്. എന്തിന് ഞാൻ പറഞ്ഞാലും പോസിറ്റീവായിട്ട് മാത്രം പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതന്നെ എനിക്ക് വലിയ കാര്യം. ഞാൻ ലേൺവൈസിൽ ജോയിൻ ചെയ്തത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഇഗ്നോയിൽ മാത്രമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ 1 മാസം കൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യും, മതിയാക്കിയിട്ട് അവിടെ പോയേ ചെയ്യും. അപ്പൊ ലേൺവൈസിൽ വന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. പഠിക്കാന് ഭയങ്കര കുറവാ, സമയം വളരെ കുറവാണ്. പക്ഷെ എന്നാലും എനിക്ക് പറ്റും എന്നുള്ള, എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യം ഉണ്ട് ഇപ്പോ. ഈ ആക്ഷൻ ടാസ്കിൽ ഞാൻ പഠിക്കാത്ത ദിവസം പോലും ആക്ഷൻ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ പിന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ കയറാൻ വേണ്ടിയിട്ടായാലും ഏത് സമയത്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ അത് ശ്രമിക്കാറുണ്ട്. കാരണം ഓരോ സ്റ്റെപ്പിലും നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടും പോലെ തോന്നുന്നുണ്ട്. അപ്പോ പിന്നെ റേസറിൻ്റെതായാലും പിന്നെ എന്താ പറയേണ്ടത്, ഇതിനിടയ്ക്ക് ഒരു സെഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നി. നമ്മൾ തന്നെ സെൽഫായിട്ട് ഒരു ലവ് ചെയ്യണം എന്നുള്ള ഒരു എന്താണ് എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ബോധ്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എന്താ പറയേണ്ടത്, കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം കൊണ്ട്. അതന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും. ആരെങ്കിലും ഒന്ന് ബാക്ക് സപ്പോർട്ടിന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കുറെ നാൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ എനിക്ക് ലേൺവൈസിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ ആക്ഷൻ ടാസ്കും കംപ്ലീറ്റ് ചെയ്തതും. അപ്പൊ അത്ര തന്നെ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ അൻസാറ, സ്ട്രേറ്റ് ഫ്രം ഹാർട്ട് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഫീഡ്ബാക്ക് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓക്കെ. നമ്മുടെ CG വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എവിടെയോ. അത് ഞാൻ ആദ്യം ഇത് ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിന്നൊരു ആ ഒരു വ്യക്തിയും ഈ 25 ദിവസം കഴിഞ്ഞ് ഞാനിപ്പോ നിൽക്കുന്ന വ്യക്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്റെ കോൺഫിഡൻസ് ലെവലായാലും ബാക്കി സ്റ്റഡീസിന്റെ കാര്യത്തിലായാലും നല്ല വ്യത്യാസമുണ്ട് അതില്. അത് ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇന്ന് ക്ലാസ് ഉണ്ടോ, ഓറിയന്റേഷൻ ഉണ്ടോ, അതിനുവേണ്ടി എന്ത് ചെയ്യാം, അങ്ങനെ ഒരു മൈൻഡിലാണ്. എനിക്ക് എന്തോ ചെയ്യാനുണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ആ ഒരു കോൺഫിഡൻസിന്റെ ലെവലിലും എനിക്കിപ്പോ നല്ല മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസവും ഈ മെന്റർഷിപ്പ് എനിക്ക് ഓരോ ദിവസവും വരുന്ന കോളായാലും എനിക്ക് അതിൽ ഒരുപാട് എന്റെ വ്യക്തിത്വത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ സംസാര രീതിയിലായാലും
അതുപോലെ തന്നെ കെമിസ്ട്രി ആദ്യം തുടങ്ങുമ്പോൾ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ അതിൽ വന്നത്. പക്ഷെ ഇപ്പൊ എന്തായാലും എനിക്കത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഡൗട്ട്ഫുൾ ആയിട്ടിരുന്ന് ഇപ്പൊ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നന്നായിട്ട് സംസാരിച്ച് ചേച്ചി നന്നായി സംസാരിച്ചു കേട്ടോ. അൻസാറെ നന്നായി സംസാരിച്ചു. സ്ട്രീറ്റ് ഫ്രം ഹാർട്ട് ആയിരുന്നു. കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇനി ആരാ സംസാരിക്കുന്നത്? ആക്ച്വലി എന്റെ പേര് എൽസിറ്റ്. എന്റെ വീട് കോട്ടയം പള്ളിക്കത്തോടാണ്. ഞാൻ ആക്ച്വലി ലേൺ വൈസിൽ ജോയിൻ ചെയ്ത് ഓറിയന്റേഷൻ ക്ലാസ് ഞാൻ സെക്ഷൻ 6 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അന്നോട്ട് ഓറിയന്റേഷൻ ക്ലാസ് കൂടുന്നു, ആക്ഷൻ ടാസ്ക് ചെയ്യുന്നു, അങ്ങനത്തെ അതിനിങ്ങനെ ഒരു വിന്നർ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ ഞാൻ ഈ സത്യം പറഞ്ഞ ഇപ്പോഴാണ് അറിയുന്നത് തന്നെ. ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത് എന്റെ ഒരു ജൂനിയർ ലേൺ വൈസിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആള് കാണുമായിരുന്നു. പിന്നെ ആ ആളും കൂടെ ഇങ്ങനെ ലേൺ വൈസ് നല്ലൊരിതാണ്, ഇഗ്നോയുടെ ഇത് ക്ലാസ്സസ് ഒക്കെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യും. കാരണം ഞാൻ ഇഗ്നോയില് വലിയ കാര്യത്തിൽ ജോയിൻ ചെയ്തു, പക്ഷെ ഒന്നും തന്നെ അവര് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേനും എനിക്കും ആകപ്പെടുന്നത് ഒന്നാമത്തേരും വീട്ടുകാരോടെല്ലാം ഞാൻ തന്നെ വലിയ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്റേതാ ഒറ്റയ്ക്ക് പഠിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇഗ്നോക്കാര് ഒന്നും പ്രൊവൈഡ് ചെയ്തായപ്പോഴത്തേക്കിനും എനിക്ക് ദൈവമേ വീട്ടുകാരൊന്നും പറഞ്ഞത് കേൾക്കാതെ ഇങ്ങനെ വന്ന് ഞാൻ പെട്ടുപോയോ അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോഴാണ് എന്റെ ജൂനിയർ പറഞ്ഞത് ലേൺ വൈസ് എന്നതുകൊണ്ട് അപ്പൊ അതിനകത്ത് ജോയിൻ ചെയ്താൽ മതി, ഇപ്പൊ ഒരു ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവള് പറഞ്ഞ ആ ഒരു ഉടനെ തന്നെയാണ് ഞാൻ ഈ ലേൺ വൈസിന്റെ അകത്തോട്ട് ജോയിൻ ചെയ്തത്. കഴിഞ്ഞിട്ട് ഞാൻ സെക്ഷൻ 6 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഓറിയന്റേഷൻ ക്ലാസ്സിന്റെ ഇതൊക്കെ. അത് കഴിഞ്ഞ് ആ ക്ലാസ് ഓറിയന്റേഷൻ ക്ലാസ് സെക്ഷൻ 6 തൊട്ടാണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമുക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ വെച്ചാൽ ഞാൻ ഡിഗ്രി എൻ്റെ കൊറോണ ബാച്ച് ആയിരുന്നു. അപ്പൊ അതെല്ലാം ഓൺലൈൻ ചെയ്താണെങ്കിലും കോളേജ് ലൈഫ് ആയിരുന്നിട്ട് പോലും അവിടെ പോലും ഇത്ര ഇതില്ലായിരുന്നു. സെക്ഷൻ 12 മറ്റേ ഫാമിലി മീറ്റ് അതിനൊക്കെ സോങ്സ് അങ്ങനെയൊക്കെ അതെല്ലാം ഓൺലൈൻ പ്രോഗ്രാം ആയിട്ട് തന്നെ നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് അങ്ങനത്തെ രീതിയിൽ കോളേജിന്റെ ഇതിലായാലും ഓൺലൈൻ ക്ലാസ് വെച്ചിട്ട് പോലും അവർ അത്രയും ഒന്നും പ്രൊവൈഡ് ചെയ്തില്ല. അപ്പം ലേൺ വൈസിന്റെ ഇതിൽ ഇത്ര നല്ലൊരു പ്രൊവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കൊള്ളാലോ പരിപാടിയൊക്കെ. നമുക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതല്ലാതെ എല്ലാ രീതിയിലും ഗ്യാദർ ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ എൻഗേജ് ആയിട്ട് അങ്ങനെ ഒരു ഇതാക്കാൻ വെക്കുന്നതിലും എനിക്ക് കൊള്ളാം, എന്തായാലും ജോയിൻ ചെയ്തത് നല്ലൊരു ഇതിലോട്ടാണ്, പ്ലാറ്റ്ഫോമിലോട്ടാണ്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ അലുമിനിയുടെ ഇതൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് തന്നെ ആദ്യം മാം പറഞ്ഞ പോലെ തന്നെ എന്നതാ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം അവര് ചെയ്തു അപ്പൊ നമുക്കും പറ്റും. അത് എനിക്ക് സത്യം പറഞ്ഞ അതാണ് തോന്നിയത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു വീട്ടുകാരെല്ലാം എതിർത്ത് ഞാൻ തന്നെ ഇങ്ങനെ ഓൺലൈനായിട്ട് ഞാൻ പഠിച്ചോളാം അങ്ങനെയൊക്കെ പറഞ്ഞു. ബി എഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ജോയിൻ ചെയ്തത്. ഇപ്പം ഞാൻ കോമ്പറ്റീവ് എക്സാംസ് മറ്റേ കേറ്ററ്റ് ഒക്കെ നോക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പം ഇങ്ങനെ PG പോവാം. പക്ഷെ മാത്സ് ആയതുകൊണ്ട് ആർക്കും വലിയ താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ തന്നെ സ്വയം ഇങ്ങനെ പറഞ്ഞാണ് ഇതിനകത്ത് വന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനും മറ്റേ അലുമിനി മെമ്പേഴ്സ് ഒക്കെ ഇങ്ങനെ ഇവർക്കെല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റും. അവരൊക്കെ വർക്കിംഗ് ആയിട്ടുള്ളവർ, പിന്നെ പേരൻസ് ആയിട്ടുള്ളവര്, പിന്നെ ഒത്തിരി എൽഡർ ആയിട്ടുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്ത് അവരൊക്കെ അച്ചീവ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് അപ്പൊ എനിക്കും പറ്റുന്നതാണ് അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു. എന്താ പറയാ ഭയങ്കര ഇംപ്രൂവ് ചെയ്ത് മൊത്തത്തിൽ ആള് ഭയങ്കര ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ് നമുക്ക് ആ വോയിസ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇതുപോലെ നിങ്ങളുടെയും താങ്ക് യു എൽസെറ്റ്, നല്ലൊരു ഇതായിരുന്നേ. ഹലോ, എൻ്റെ പേര് ടെറീസ് ആൻ്റണി. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ലേൺ വൈസ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആഡ് കണ്ടു. പിന്നെ യൂട്യൂബിൽ റിവ്യൂസ് ഒക്കെ കണ്ടു. ഇൻസ്റ്റയിലും കുറേ റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ലേൺ വൈസിൽ ജോയിൻ ചെയ്തത്. പിന്നെ മാക്സിമം സെഷൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കുറേയൊക്കെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ മിസ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ ഒത്തിരി ഉപകാരമായിരുന്നു. എല്ലാ സെഷൻസും നല്ലതായിരുന്നു. പിന്നെ ഞാൻ BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് ഇപ്പം ാണ് പാസ് ഔട്ട് ആയത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. MSCയും കൂടെ വേണം. ഇനിയുള്ള കാലത്തെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ MSc എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും MSc പഠിക്കാൻ വേണ്ടി വന്നത്. ഷീന സംസാരിച്ചോളൂ. എൻ്റെ സ്ഥലം പാരിപ്പള്ളിയാണ്. അതായത് തിരുവനന്തപുരം കൊല്ലം ബോർഡറായിട്ട് വരും. ഞാൻ ഈ ആഡ് കണ്ടിട്ടാണ് ലേൺ വൈസിലോട്ട് ഇതായത്. പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2006 ഡിഗ്രി കഴിഞ്ഞത്. അപ്പോൾ 20 വർഷത്തെ ഗ്യാപ്പുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ ക്ലാസ്സുകൾ കണ്ടിട്ട്.
പിന്നെ HSCയുടെ എക്സാം ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു ടൈമിലൊന്നും ക്ലാസ് കാണാൻ പറ്റിയില്ല. പിന്നീടാണ് ക്ലാസ് കണ്ട് തുടങ്ങിയത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ട്യൂഷനുണ്ട്. സന്ധ്യാസമയത്ത് ട്യൂഷൻ ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് എങ്കിലും ഈ ഇടയ്ക്ക് ലാസ്റ്റത്തെ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, ഒരുവിധം ഓക്കെ ആയി വരുന്നുണ്ട്. അതായത് ശരിയാണ്, നിങ്ങൾക്ക് പലർക്കും ഇതുപോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഈ പറഞ്ഞ എന്താ പറയാ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം തിരക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ കുറെ ലേണേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു സമയത്ത് എനിക്ക് കയറാനായിട്ട് പറ്റുന്നില്ല, എന്നിട്ടും നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആയി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്ക് ജൂലൈ ബാച്ചിൽ നിന്നല്ല ആരിഫ, നമുക്ക് ഒരുപാട് സെഷൻസ് കണ്ടക്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഇത് 13th സെഷൻ ആണ്. അതിൽ തന്നെ ഡിഫറെന്റ് സെഷൻസ് ഉണ്ട്. നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് 13th സെഷൻ ആണ്. ബട്ട് അക്കോർഡിംഗ് ടു ലേൺ വൈസ് പറയുമ്പോഴത്തേക്കും ഒരു 82 അത്രയും സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ സെഷൻസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. എന്റെ പേര് അനഘ എന്നാണ്. അപ്പോ ഞാനിപ്പോ ജൂലൈ ബാച്ചിൽ ജോയിൻ ചെയ്ത ആളാണ്. എനിക്ക് ഈ മാം നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് സെഷൻസ് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാനിപ്പോ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടീച്ചറാണ്. അപ്പോ എനിക്ക് ഡെയിലി സ്കൂളിൽ പോകണം, ടൈറ്റ് ഷെഡ്യൂളാണ്. അതുകൊണ്ട് സെഷൻസ് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. വന്നാൽ ടയേർഡ് ആവുന്നു. അതുപോലെ വന്നാലും കുറെ ജോബ് ഉണ്ടല്ലോ, നാളത്തേക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ ഷഫ്ന മാം വിളിച്ചാൽ പോലും എനിക്ക് ഇടയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. മാം കോൺടാക്ട് ചെയ്യാറുണ്ട്, എപ്പോഴും കോൺടാക്ട് ചെയ്യും. എനിക്ക് ആ സമയത്തൊക്കെ എന്തെങ്കിലും ആയിട്ട് അർജന്റ് മാറ്റർ അല്ലെങ്കിൽ പാരന്റ്സ് വിളിക്കുന്നുണ്ടാവും, എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. ക്ലാസ്സസ് ഞാൻ കുറച്ച് കണ്ടു തുടങ്ങി. എനിക്ക് മെന്റർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഡൗട്ടൊക്കെ വരുമ്പോൾ മാമിനെ വിളിക്കാറുണ്ട്. ഞാൻ അത്യാവശ്യം പഠിക്കുന്ന സമയത്ത് എനിക്ക് സാറ്റർഡേ സൺഡേ അതുപോലെ വെക്കേഷൻ ടൈമൊക്കെ ഫ്രീ കിട്ടാറുള്ളൂ. ആ സമയത്ത് എന്തെങ്കിലും വായിക്കുമ്പോൾ ഞാൻ മാമിനെ വിളിക്കും. മാം ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അതുപോലെ ചില PDF ഒക്കെ എനിക്ക് അയച്ചു തരും, ഡൗട്ടുള്ള ഏരിയാസ് ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പൊ ലേൺ വൈസിനെ പറ്റി എനിക്ക് അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയാണ് ഉള്ളത്. പക്ഷെ എനിക്ക് ഈ ടൈമിന്റെ ലിമിറ്റേഷൻ കൊണ്ട് കൂടുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും സെഷൻസ് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ല. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതിപ്പം എക്സാം ഇയർലി ആണല്ലോ, അപ്പൊ 2 സെമസ്റ്റർ ഒന്നിച്ചല്ലേ നമ്മൾ എഴുതേണ്ടി വരിക. അപ്പൊ അതിൻ്റെതായ കുറച്ച് കൺസേൺസ് ഒക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക, ഷെഡ്യൂൾ കുറച്ചും കൂടി എങ്ങനെയാണ് അറേഞ്ച്, ഈ പ്ലാനിങ്, ആ ഒരു ഏരിയയിൽ എനിക്ക് കുറച്ച് ഡൗട്ട് ഇപ്പോഴും ഉണ്ട്. നേരത്തെ തെരേസ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞ പോലെ 2020 ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആവുന്നത്. അത് കഴിഞ്ഞ് MS കെമിസ്ട്രി ആണ് ഞാൻ, ഇപ്പൊ ജോയിൻ ചെയ്ത ബാച്ച്. അപ്പൊ BSc കഴിഞ്ഞ് ഞാൻ B.Ed പോവാ ചെയ്തത്. അപ്പൊ ഇപ്പൊ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് MScന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. ഇപ്പൊ പ്രൊമോഷൻ ചാൻസസ് ഒക്കെ വരുമ്പം നമുക്ക് ഇനി MSc വേണ്ടി വരും. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ മാം, താങ്ക് യു. നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. താങ്ക് യു അനഘ. ഒരു താങ്ക് യു പറയാനായിട്ടുണ്ട് 2 മെന്റേഴ്സിന്റെ അടുത്തും. ഒത്തിരി താങ്ക് യു. ബിക്കോസ് എപ്പോഴാണെങ്കിലും എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും 2 പേരും സമയമെടുത്ത് അത് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും അവൈലബിൾ ആണ്. മെന്റലി ഒത്തിരി സപ്പോർട്ട് തന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ അയ്യോ ഇത് ജോലിയുടെ കൂടെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുമോ എന്ന് ഡൗട്ട് അടിച്ചിരുന്നിട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഇല്ല, ചെയ്ത് എന്നെ കൊണ്ട് പറ്റും എന്ന് ഒത്തിരി മെന്റൽ സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒത്തിരി താങ്ക് യു. അപ്പൊ നമുക്കിനി ഫർദർ ആയിട്ടുള്ള സെഷനിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് ഫീഡ്ബാക്ക് ഫോം അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പൊ ഫീഡ്ബാക്ക് ഫോം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഓൺലൈൻ അസസ്മെന്റ് ഫോമിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഷഫ്ന മാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. ഓവർ ടു യു ഷഫ്ന മാം. അപ്പം നെക്സ്റ്റ് നമുക്ക് ഇപ്പം ഏകദേശം ഫീഡ്ബാക്ക് എല്ലാം കേട്ടു. നമ്മുടെ ലേൺ വൈസിനെ കുറിച്ച്, മെന്റേഴ്സിനെ കുറിച്ച്, ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ആ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഓൺലൈൻ അസസ്മെന്റ് ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നമുക്ക് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ, നമ്മുടെ കോഴ്സിനെ കുറിച്ച്, നമ്മുടെ എക്സാം പാറ്റേണിനെ കുറിച്ച്, അസൈൻമെന്റ്സിനെ കുറിച്ചെല്ലാം ബേസിക് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സെഷൻസിൽ കവർ ചെയ്ത് പോയത് തന്നെ ആയിരിക്കും ഇതിനകത്തുള്ളത്. സോ അത് നമുക്ക് അറിയേണ്ട, ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഫോമിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഇനീഷ്യലി ഒന്നുമില്ല, നമ്മുടെ പേര്, നമ്മൾ എൻറോൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം, അസൈൻ ചെയ്തിട്ടുള്ള മെന്റർ ആണെങ്കിൽ മെന്റർ, LSC ആണെങ്കിൽ LSC,
അവരുടെ പേര്. നെക്സ്റ്റ് ചോദിക്കുന്നത് ഇഗ്നോ. ഇഗ്നോ ഈസ് ഏത് യൂണിവേഴ്സിറ്റി ആണ്? സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണോ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആണോ, സെൻട്രൽ യൂണിവേഴ്സിറ്റി? എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് 1985. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. ഇതിനകത്ത് ഏതാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി, ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് ഇഗ്നോയുടെ കറന്റ് നാക് സ്റ്റാറ്റസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കറന്റ് നാക് സ്റ്റാറ്റസ് ഹൈലൈറ്റഡ് ഇൻ ദി OP 10.04 ഇഗ്നോ. നമ്മുടെ ഇതിന്റെ മുന്നത്തെ സെഷനിലെല്ലാം കവർ ചെയ്ത് പോയൊരു കാര്യമായിരിക്കും. B+ ആണോ, A ആണോ, A++ ആണോ, നോട്ട് അക്രഡിറ്റഡ് ആണോ? പിന്നെ ടിപ്പിക്കൽ വെയിറ്റേജ് മോഡൽ യൂസ്ഡ് അക്രോസ് മെനി ഇഗ്നോ പ്രോഗ്രാംസ്. അതായത് നമ്മൾ സിലബസ് ഡീകോഡിംഗ് സെഷൻസിലെല്ലാം ഈ കാര്യം കവർ ചെയ്തിട്ടുണ്ടാകും. അസൈൻമെന്റ്സ് 40%, എങ്ങനെയാണ് ഒരു പാസ് പെർസെന്റേജ് വരുന്നത്, നമ്മൾ എത്രയാണ് സ്കോർ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. ബിഫോർ ഫില്ലിംഗ് അഡ്മിഷൻ റീ രജിസ്ട്രേഷൻ ഫോംസ് യു ഷുഡ് ഹാവ്. ഇതിനകത്ത് എന്താണ് നമുക്ക്, ഏത് ID ആണ് നമുക്ക് വേണ്ടത്? ABC ID, DEB ID, പാൻ കാർഡ്, അത് ബ്ലഡ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ആണോ? ഇതിനകത്ത് എന്താണ് നമ്മളൊരു അഡ്മിഷൻ അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടാവില്ല, അഡ്മിഷൻ എടുക്കുന്നതിന്റെ മുമ്പ് നമുക്ക് വേണ്ടത് ഇതിനകത്ത് എന്താണ്? പിന്നെ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഒഫീഷ്യൽ പോർട്ടൽ ഫോർ റീ രജിസ്ട്രേഷൻ. ഇതിനകത്ത് ഏത് പോർട്ടലിലാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്? ignosamrat.edu.in, ഓൺലൈൻ igno.ac.in. ഇതിനകത്ത് ഏത് പോർട്ടലിലൂടെ ആയിരിക്കും നമ്മൾ ഇഗ്നോ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരിക? ആ കാര്യം നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ഗ്രേഡ് കാർഡ് ഷോസ്. ഗ്രേഡ് കാർഡിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? അസൈൻമെന്റ് മാർക്ക്, TEE തിയറി, പ്രാക്ടിക്കൽ പ്രൊജക്ട്. അതുപോലെ ഇതിനകത്ത് ഏതാണ് ഗ്രേഡ് കാർഡിനകത്ത് ഉള്ളത് എന്തായിരിക്കും? അത് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് പോവുക. ഹൗ മെനി ടൈംസ് ഇൻ എ ഇയർ ഡസ് ഇഗ്നോ കണ്ടക്ട് ടേം ആൻഡ് എക്സാമിനേഷൻസ്? എത്ര പ്രാവശ്യമാണ് ഇഗ്നോയില് ടേം ആൻഡ് TEE എക്സാംസ് ഒരു വർഷം എത്ര പ്രാവശ്യം നടക്കുന്നുണ്ട്? അതിവിടെ മാർക്ക് ചെയ്യാം. വിച്ച് ഗ്രേഡിംഗ് സിസ്റ്റം ഡസ് ഇഗ്നോ യൂസ് ഫോർ ഇവാലുവേറ്റിംഗ് ലേണേഴ്സ്? ഏത് ഗ്രേഡിംഗ് സിസ്റ്റം ആണ്? 5 പോയിന്റ് ആണോ, 7 പോയിന്റ് ആണോ, 10 പോയിന്റ് ആണോ, 12 പോയിന്റ് ആണോ? ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, നമ്മുടെ കോഴ്സിനെ കുറിച്ചും യൂണിവേഴ്സിറ്റിയെ കുറിച്ചും എല്ലാം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സെഷൻസിലൂടെ കവർ ചെയ്ത് പോയ കാര്യങ്ങളായിരിക്കും. ഓക്കെ. സോ അത് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഇഗ്നോ? ഇഗ്നോയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാണോ, വൊക്കേഷണൽ ട്രെയിനിങ് ഓഫർ? ഇതിനകത്ത് ഏതാണ്? To democratize higher education and provide access to conduct research only. ഇതിനകത്ത് എന്താണ് ഇഗ്നോയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്? ഇതെല്ലാം നമ്മൾ ഇനീഷ്യൽ തുടക്ക സെഷൻസിലെല്ലാം കവർ ചെയ്ത കാര്യങ്ങളായിരിക്കും. ഓക്കെ. ഹൗ ആർ ഇഗ്നോസ് ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് സ്ട്രക്ചേർഡ്? ഇഗ്നോയുടെ ക്രെഡിറ്റ് സിസ്റ്റം എന്താണ്? നമ്മൾ ഓൺ ബോർഡിങ് തൊട്ടേ പറഞ്ഞു വരുന്ന കാര്യമാണ് ക്രെഡിറ്റ് എന്താണ് എന്നുള്ളത്. സോ 1 ക്രെഡിറ്റ് ഇസ് ഈക്വൽ ടു എന്താണെന്നാണ് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. 10 hours ആണോ, 20 hours ആണോ, 30 hours ആണോ, 40 hours ആണോ? വാട്ട് ഡോക്യുമെന്റ് മസ്റ്റ് സ്റ്റുഡൻസ് ബ്രിങ് ടു ദി എക്സാമിനേഷൻ സെന്റർ എലോങ് വിത്ത് ഹാൾ ടിക്കറ്റ്? ഹാൾ ടിക്കറ്റിന്റെ കൂടെ നമ്മൾ കൊണ്ടുവരേണ്ടത് വേറെ എന്ത് കൂടെയാണ്? അസൈൻമെന്റ് സബ്മിഷൻ റെസിപ്റ്റ് ആണോ, ID കാർഡ് ആണോ, രജിസ്ട്രേഷൻ കൺഫർമേഷൻ ലെറ്റർ ആണോ, ഫീ പേയ്മെന്റ് റെസിപ്റ്റ് ആണോ? ഇതിനകത്ത് ഏതാണ് നമ്മൾ എക്സാമിന് പോകുമ്പോൾ, എക്സാം സെന്ററിലോട്ട് നമ്മൾ പോകുമ്പോൾ ക്യാരി ചെയ്യേണ്ടത്? Who is eligible to receive the President's Gold Medal at IGNO? ആരാണ് പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡലിന് എലിജിബിൾ ആയിട്ടുള്ളത്? Any student with highest mark in a single subject, any student who achieves the highest aggregate mark across all courses, a student selected by lottery, any student who completes their course in minimum duration. ഇതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് ഏതാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ. What are the evaluation criteria for IGNO assignments? IGNO assignment in the evaluation criteria എന്തൊക്കെയാണ്? ഗ്രാമർ, presentation, understanding of the subject and clarity of concept, assignment in the length, number of references. ഇതിനകത്ത് ഏതാണ് ക്രൈറ്റീരിയ? IGNO അസൈൻമെന്റിന് മുന്നോട്ട് വെക്കുന്ന ക്രൈറ്റീരിയസ്, ഇവാലുവേഷൻ ക്രൈറ്റീരിയസ് ഏതാണെന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. Can a student pursue more than one program simultaneously at IGNO? ഒരേ സമയം നമുക്ക് 2 പ്രോഗ്രാം, ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന 2 പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? അതാണ് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. പറ്റും, സർട്ടിഫൈഡ് പ്രോഗ്രാംസ് പറ്റും, പറ്റൂല, ഒന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും 2 പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാം, ഡിഫറെന്റ് ഫീൽഡിലുള്ള 2 പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാം. ഇതിനകത്ത് ഏതാണെന്ന് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യണം. ഹാൾ ടിക്കറ്റ് ഈസ് ജനറലി റിലീസ്ഡ്. എപ്പോഴാണ് ഹാൾ ടിക്കറ്റ് റിലീസ് ആവുന്നത്? ന്റെ 1-2 മാസം മുന്നേ, അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ, എക്സാമിന്റെ അന്ന് രാവിലെ, അല്ലെങ്കിൽ ഡേറ്റ് ഷീറ്റിന്റെ കൂടെ. എപ്പോഴാണ് നമുക്ക് ഹാൾ ടിക്കറ്റ് റിലീസ് ആവുന്നത്? അത് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യാം.
ചൂസിങ് ആൻ എക്സാം സെന്റർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, ചൂസ് റാൻഡംലി ക്യാൻ ചേഞ്ച് ലേറ്റർ. നമ്മൾ ഏതെങ്കിലും ചൂസ് ചെയ്തു, പിന്നീട് ചേഞ്ച് ചെയ്യാം എന്നൊരു ഉറപ്പിൽ നമ്മൾ ഏതെങ്കിലും ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോ അസൈൻ കൊടുക്കുക, ഏതെങ്കിലും കിട്ടിക്കോട്ടെ, അടുത്തുള്ള ഏതെങ്കിലും ഓട്ടോ അസൈൻ കൊടുക്കാം. അതുപോലെ എന്താ പറയാ, ദൂരമുള്ള ഏതെങ്കിലും നമ്മൾ ചൂസ് ചെയ്യും. ഇനി ഇതൊന്നും അല്ല, ചെയ്യണോ, നെറ്റ്വർക്ക് കണക്ഷൻ നോക്കണോ, അതുപോലെ അപ്ഡേറ്റ് ചെയ്യണോ, ലേറ്റസ്റ്റ് വെർഷനിലോട്ട് അപ്ഡേറ്റ് ചെയ്യണോ, ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് പോവാം. വിച്ച് ഈസ് ദി സ്മാർട്ടർ ഗോൾ? എന്താണ് സ്മാർട്ട് ഗോൾ? അതായത് സ്റ്റഡി മോർ ദിസ് മന്ത്, കംപ്ലീറ്റ് 6 യൂണിറ്റ്സ് ബൈ സൺഡേ നൈറ്റ് യൂസിങ് 250 ഔട്ട് ഓഫ് 10 ഫോക്കസ് ബ്ലോക്സ്. ഇതിനകത്ത് ഏതാണ് സ്മാർട്ട് ഗോൾ നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യണം. ലീഡ് വേഴ്സസ് ലാഗ് മെഷർ, സ്കോർ 70% ഇൻ TE. ഇതിനകത്ത് നിങ്ങൾ ലീഡ് ചൂസ് ചെയ്യണം. Score 70% in TEE. Finish 10 PYQs this month with correction notes. Last one, tiny identity based habit example for a busy week. ഒരു ബിസി വീക്കിൽ നമുക്ക് ഒട്ടും ടൈം ഇല്ലാത്തൊരു വീക്കിൽ നമ്മൾ നമ്മുടെ പഠിക്കാനുള്ള പോർഷൻസ് എങ്ങനെ കവർ ചെയ്യും, അത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ ഓൺലൈൻ അസസ്മെന്റ് ഫോം വരുന്നത്. ഇത് മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങൾ ഇന്ന് തന്നെ പരമാവധി ഇന്ന് തന്നെ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, ഒന്നുമില്ല, ഇഗ്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമ്മുടെ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മളിപ്പം ഏകദേശം ഇവിടെ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഫീഡ്ബാക്സ് എല്ലാം അറിഞ്ഞു, നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ച്, ഓവറോൾ ലേൺ വൈസിനെ കുറിച്ച്, ലേൺ വൈസിന്റെ സിസ്റ്റത്തെ കുറിച്ച്, മെന്റർഷിപ്പിനെ കുറിച്ച് എല്ലാം എല്ലാവരും ഹാർട്ട്ഫുൾ ആയിട്ട് തന്നെ ഫ്രം ദി ബോട്ടം ഓഫ് ദി ഹാർട്ട് തന്നെ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ സമയപരിമിതി മൂലം നമുക്ക് എല്ലാരെയും വിളിച്ച് പറയിക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ ഒരുപാട് പേര് സംസാരിച്ചു. ഇനിയിപ്പം ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും, കാരണം ഒരുപാട് തിരക്കൊണ്ട് കുറെ ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സ്വാഭാവികമാണ് അത്. ഓക്കെ, എന്നാലും അവരെല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം അവരെല്ലാം ഡിസ്കസ് ചെയ്തു. സോ ഇതാണ് അപ്പൊ നമ്മുടെ അപ്പൊ ഇന്നത്തോടു കൂടെ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞു, പക്ഷെ ഇതൊരു പുതിയ തുടക്കമായിരിക്കും. ഇനി ഓറിയന്റേഷൻ പ്രോഗ്രാം, ലിങ്ക്, ആക്ഷൻ ടാസ്ക് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ഇത് നമ്മൾ നമ്മുടെ പഠിത്തം, എക്സാം, അസൈൻമെന്റ്സ്, വീഡിയോ ക്ലാസ്സസ്, വീക്ക്ലി കോൾസ് എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും ബിസി ആവാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷന് നമ്മുടെ കൂടെ ഇത്ര നേരം നമ്മളെ കോപ്പറേറ്റ് ചെയ്ത നമ്മുടെ ലേണേഴ്സ്, ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും MSc മാത്സിലെയും എല്ലാ ലേണേഴ്സിനും പേഴ്സണലി എന്റെ ഭാഗത്തു നിന്നും, ലേൺ വൈസ് ടീമിന്റെ ഭാഗത്തു നിന്നും, ഇന്ന് നമ്മളെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള മാധവി മാം, ഹലീമ മാം, സുനീറ മാം, ഇവരുടെ ഭാഗത്തു നിന്നും ഞാൻ ഒരു ബിഗ് താങ്ക്സ് പറയാണ്. നിങ്ങളുടെ ഈ സമയം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചതിനും ഇതിലൂടെ കോപ്പറേറ്റ് ചെയ്തതിനും. ഓക്കെ, ഫൈൻ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫോർ ജോയിനിങ് ദി സെഷൻ.